Welcome back. First video we discussed about simple process account. Then we discussed about process laws. Process laws രണ്ട് തരം, normal laws and abnormal laws. അതിൽ normal laws ഉണ്ട്, അതായത് laws in weight അഥവാ normal laws നമ്മൾ ഓൾറെഡി പഠിച്ചു. ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. അതേ പ്രോബ്ലത്തിൽ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തന്ന അതിൻ്റെ എങ്ങനെയാണ് വാല്യൂ കണ്ടുപിടിക്കേണ്ടതെന്നും നമ്മൾ ലാസ്റ്റ് പ്രോബ്ലത്തിൽ പഠിച്ചു. ഇതിൽ എൻ്റെ അടുത്ത് ഒരു കുട്ടി ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അതിനി വരുന്ന പ്രോബ്ലത്തിൽ ഞാൻ ക്ലിയർ ചെയ്യും. ഓക്കെ, ആൻഡ് ടുഡേ ഇന്നിൻ്റെ ടോപ്പിക്ക് ട്രീറ്റ്മെന്റ് ഓഫ് സ്ക്രാപ്പ് ആണ്. ഓക്കെ, സോ ടുഡേ അവർ മെയിൻ ടോപ്പിക് ഇസ് ട്രീറ്റ്മെന്റ് ഓഫ് സ്ക്രാപ്പ്. അതിനേക്കാളും മുന്നേ ഇത് നമ്മൾ ഇന്നലെ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പ്രോബ്ലം പ്രോസസ് ലോസ് ആണല്ലോ, അതിൽ വേറൊരു ചെറിയ ഒരു സംഭവം വരുമ്പം എന്തൊക്കെ മാറ്റാ വരിക എന്ന് പറഞ്ഞു തരണം. ഓൾറെഡി BBA സ്റ്റുഡൻസ് ഈ കണക്ക് ചെയ്തിട്ടുണ്ട്. BCom കൂടെ ഇൻക്ലൂഡ് ആയതുകൊണ്ടാണ് ഇതെനിക്കിപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, BBA ചെയ്ത പ്രോബ്ലം അല്ല, അതേപോലത്തെ വേറൊരു പ്രോബ്ലം നിങ്ങൾക്ക് ബോർഡിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പം പോസ് പ്രസ് ചെയ്യുക, ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യുക. So I am going to read the question. Information given below is extracted from the cost account of factory producing commodity. 3 processes are involved. ആ ഒരു സെന്റൻസിൽ എനിക്ക് വേണ്ട പോയിന്റ് എത്ര പ്രോസസ് ഉണ്ട്? 3 process. Prepare process cost account showing cost per unit. നമുക്ക് ഓൾറെഡി അറിയാം പ്രോസസ് എന്തിനാ പ്രോസസ് അക്കൗണ്ട് പറയുന്ന കോസ്റ്റ് പെർ യൂണിറ്റ് ഒക്കെ കണ്ടുപിടിക്കണം. ഓക്കെ, ഓപ്പറേഷൻസിന് ഓക്കെ ആണെന്ന് ആവശ്യമില്ല. ബി, വാല്യൂ അറ്റ് വിച്ച് ചാർജ് ടു പ്രോസസ് ബി ആൻഡ് സി ഇസ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ദ പ്രോസസ് എ ആൻഡ് എ പ്ലസ് ബി റെസ്പെക്റ്റീവ്ലി. ആ സെന്റൻസ് നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇപ്പം നോക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കാം. Direct wages are there, machine expense, factory on cost means factory overhead, raw material consumed, then production, bracket you can see gross. നേരത്തെ കണക്കെടുത്ത് നോക്കിയേ, നേരത്തെ പ്രോബ്ലം എല്ലാവരും ഒന്ന് എടുത്ത് നോക്കിയേ, അവിടെ എന്താണോ കാണുന്നത്? നെറ്റ് ഒന്നും പറയുന്നില്ല, യൂണിറ്റ്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിന്റെ മീനിങ് നെറ്റ് എന്നാണ്. എനിവേ യൂണിറ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. ബട്ട് ഈ ക്വസ്റ്റ്യനിൽ ഒരു പുതിയ പോയിന്റ് അവിടെ കാണാം, ഗ്രോസ്. ലെറ്റ്സ് സീ, നോക്കാം. വേസ്റ്റേജ് ഇസ് ദർ, ഓക്കെ ഉണ്ടായിക്കോട്ടെ, അവിടെ നിൽക്കാം. സ്റ്റോക്ക് ഓപ്പണിംഗ് ഇസ് ദർ ആൻഡ് ക്ലോസിംഗ് ഇസ് ദർ. ഇത്രയും സംഭവങ്ങൾ ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യുക, അതിനുശേഷം വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, സോ ഞാൻ അവിടെ 3 പ്രോസസ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ABC, നെയിം ഇസ് ഗിവൺ. നോക്കി കാണുന്നില്ലേ ക്വസ്റ്റ്യനിൽ? എയും ബി സിയും തന്നത്. സോ പ്രോസസ് എ, പ്രോസസ് ബി, പ്രോസസ് സി. ഓക്കെ, സ്റ്റിൽ ക്വസ്റ്റ്യനിൽ ബി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഞാനിപ്പം വായിച്ചിട്ടില്ല. അതെന്താന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം. ലെറ്റ്സ് ഫിൽ ഇറ്റ്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് പോസ്റ്റ് ചെയ്യാം. ഡയറക്റ്റ് വേജസ് അറിയാം എവിടെ. ഞാൻ ഒന്നാമത്തെ സാധനം ഞാൻ വരെയുള്ളൂ, ബാക്കി നിങ്ങൾ ചെയ്യേണ്ടതാണ്. ടു ഡയറക്റ്റ് വേജസ്. സോ ഐ എം റൈറ്റിംഗ് ലിറ്റിൽ ബിറ്റ് ഡൗൺ. എന്തുകൊണ്ടാണെന്ന് അറിയടോ ഞാൻ ഇത് താഴെ എഴുതുന്നത്? എപ്പോഴും മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ഈ മെറ്റീരിയൽ വേണം ഫസ്റ്റ് വരാൻ, അല്ലേ? നമ്മൾ ഓർഡർ അങ്ങനെയല്ലേ, കോസ്റ്റ് ഷീറ്റ് പഠിച്ച ആൾക്കാരല്ലേ? മെറ്റീരിയൽ, ഡയറക്റ്റ് വേജ്, ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ? സോ ഫസ്റ്റ് യു ഷുഡ് റൈറ്റ് മെറ്റീരിയൽ. ഫാക്ടറി വേജസ് പ്രോസസ് എ 6400. നെക്സ്റ്റ് ഐറ്റം ഇസ് മെഷീൻ എക്സ്പെൻസ്. മെഷീൻ എക്സ്പെൻസ് ആൻഡ് ഇറ്റ് ഇസ് 3, സോറി യൂണിറ്റ്സിൽ എഴുതാൻ പാടില്ല, എന്താ ടീച്ചർ ഇത് അല്ലേ? ആൻഡ് 3600 ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ഫാക്ടറി കോസ്റ്റ്, റൈറ്റ്? സോ ഇറ്റ് ഇസ് ഫാക്ടറി കോസ്റ്റ്. നിങ്ങൾ ഫുൾ എഴുതണം, ഞാൻ ഷോർട്ട് എഴുതും, കാരണം ഞാൻ ടീച്ചർ, നിങ്ങൾ കുട്ടികളാണ്, അല്ലേ? റീസൺ ഓക്കെ. എനിവേ, ആൻഡ് ഇറ്റ് ഇസ് റോ മെറ്റീരിയൽ കൺസ്യൂം. ദ ഫസ്റ്റ് തിങ് ഷുഡ് ബി ടു റോ മെറ്റീരിയൽ കൺസ്യൂം ഡയറക്റ്റ് വേജ് മെറ്റീരിയൽ, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് നിങ്ങൾക്ക് എഴുതാം. And it is 24,000 rupees. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ താഴെ വായിച്ചു. പ്രൊഡക്ഷൻ ഗ്രോസ്. ആ ഗ്രോസിന്റെ സ്ഥലത്ത് നെറ്റ് ആണെങ്കിൽ തൊട്ട മുന്നേ തന്ന പോലെ ആ ഗ്രോസിന്റെ സ്ഥലത്ത് യൂണിറ്റ്സ് ഒന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ ഇവിടെ പ്രോസസ് ബി എന്ന് എഴുതി ആ തന്നിരിക്കുന്ന
3,700 യൂണിറ്റ്സ്, സോറി 37,000 യൂണിറ്റ്സ് നമ്മൾ ഇവിടെ എഴുതുകയാണ്. ബട്ട് ഇവിടെ എന്താണ് വേർഡ് യൂസ് ചെയ്തത്? ഗ്രോസ്. അതിന്റെ മീനിങ് എന്താണെന്നറിയോ? ഇവിടെ എഴുതണം. ഓക്കെ, ഞാൻ പറഞ്ഞു തരാം എന്താണ്. അതിനേക്കാളും മുന്നേ എഴുതേണ്ട സ്ഥലം ഇസ് ഹിയർ. ഇതിന്റെ ടോട്ടൽ, അതായത് ഇവിടെ. ഗ്രോസ് എന്ന് പറയുമ്പോൾ എവിടെ കാണിക്കണം? ഇതിന്റെ ടോട്ടലിന്റെ പൊസിഷനിൽ കാണിക്കണം. ഏതാ ഇപ്പൊ പറയാം. ഓക്കെ, 37,000 ഇവിടെ എഴുതണം. ഓട്ടോമാറ്റിക്കലി ഇവിടെ 37 വരുമ്പോൾ നമുക്കറിയാം ഇവിടെയും 37. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ എഴുതി. ഇനി അടുത്തത് വേസ്റ്റേജ് ആണ്. വേസ്റ്റേജ് ഒന്നും പറയുന്നില്ല. സോ ഇറ്റ് ഇസ് നോർമൽ വേസ്റ്റേജ്. സോ ഇവിടെ ബൈ നോർമൽ ലോസ് ബൈ ലോസ് ഇൻ വെയിറ്റ് അല്ലെങ്കിൽ ബൈ വേസ്റ്റേജ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. സോ ഐ ആം അസ്യൂമിങ് ദാറ്റ് ദിസ് ഇസ് നോർമൽ. 1000 അതും എഴുതി. ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. ബട്ട് ഫോർ പ്രോസസ് എ നോ ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് നോ ക്ലോസിംഗ് സ്റ്റോക്ക്. സോ അതുവരെ നമ്മൾ ഈ സംഭവം ഇവിടെ കഴിഞ്ഞ്. ഇനിയോ ബാലൻസ് ചെയ്ത് കിട്ടുന്നതാണ് എവിടെ എഴുതേണ്ടത്? ഇവിടെ. ഓക്കെ, നേരത്തെ ഒന്നും പറയാണ്ട് തന്നപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയത്. ബട്ട് ഗ്രോസ് തന്നാൽ നമ്മൾ ടോട്ടലിന്റെ സ്ഥാനത്ത് എഴുതണം. എന്നിട്ട് ബാലൻസ് ചെയ്യുന്ന ഐറ്റം വേണം ഇവിടെ വരാൻ. സോ ഇറ്റ് ഇസ് 37,000 മൈനസ് 1,000, ദാറ്റ് ഇസ് 36,000. ബാലൻസിങ് ഫിഗർ ആണ്, ബാലൻസ് ചെയ്ത് കിട്ടുന്ന ഫിഗർ. ഇനി ഇതിന് വാല്യൂ ഉണ്ടോ? ഇല്ല. നോർമൽ ലോസ് ആണ്. നോർമൽ ലോസിന് വാല്യൂ ഇല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു നോർമൽ ലോസ് വാല്യൂ ചെയ്യില്ല. ഓക്കെ, നോർമൽ ലോസ് വാല്യൂ ചെയ്യില്ല. ബട്ട് അതിൽ സ്ക്രാപ്പിന്റെ ഒരു സംഭവം വരും. അത് അവിടെ ഞാൻ ഡിസ്ക്ലോസ് ചെയ്യും. ഓക്കെ, എനിവേ. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കോ. വാട്ട് യു മീൻ ബൈ ഗ്രോസ്? ഈ നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയടോ? നമ്മൾ ടോട്ടലിന് എന്തൊക്കെയെങ്കിലും മൈനസ് ചെയ്യാനുണ്ടെങ്കിൽ, മൈനസ് ചെയ്തിട്ട് ഡിഡക്ട് ചെയ്യാനുണ്ടെങ്കിൽ ബാക്കി സാധനത്തിനെ നമ്മൾ നെറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, അതായത് ഗ്രോസ് ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡിഡക്ട് ചെയ്തിട്ട് ബാക്കി ഐറ്റത്തിനെ നമ്മൾ നെറ്റ് എന്ന് വിളിക്കാം. ഗ്രോസ് മീൻസ് ഈ ലെസ്സിന് മുന്നേ ഉള്ളത്. അപ്പൊ ഇവിടെ ടോട്ടൽ എത്ര? 37,000 ഇൻപുട്ട് പോയി ഈ പ്രോസസ്സിലേക്ക്. 37,000 ഉണ്ട്. അതിൽ 1000 വേസ്റ്റേജ് ആയി. ബാക്കി 36,000. അപ്പൊ നേരത്തെ ഉള്ളതില്, നേരത്തെ ക്വസ്റ്റ്യൻ ഒന്ന് മറിച്ചിട്ട് നോക്കിയാൽ നേരത്തെ ഗ്രോസ് എന്നുള്ള വേർഡ് ഇല്ല. അതിന്റെ മീനിങ് ഹിയർ എല്ലാം കഴിഞ്ഞിട്ട് ഡിഡക്ഷൻ, അതായത് വേസ്റ്റും എല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാ തന്നത്. അതുകൊണ്ടാണ് ഇവിടെ എഴുതുന്നത്. ഓക്കെ, എനിവേ ഗ്രോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതണം. ഗ്രോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതണം. ഒന്നും പറയുന്നില്ല. നെറ്റ് ആണെങ്കിൽ 36,000. ഇനി ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്ത് ചെയ്താൽ മതി? ബാലൻസ് ചെയ്താൽ മതി. സോ യു ഹാവ് ടു ബാലൻസ് ഇറ്റ്. Here you will get 36,000. Here you will get 36,000, and here you will get 36,000. Okay, and the cost per unit എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണണം. ഫുൾ എഴുതണം. കോസ്റ്റ് പെർ യൂണിറ്റ് is equal to 36,000 rupees divided by units. Rupees divided by unit. 36,000 divided by 36,000, that is rupees 1. Okay, അപ്പൊ ഇനി ബാക്കിയുള്ളത് അറിയുന്നതൊക്കെ ഞാൻ ഫില്ല് ചെയ്യും. അതിനുശേഷം ബാക്കി. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോസസ് ബി ചെയ്യണം. പ്രോസസ് ബി ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ ആദ്യം ഞാൻ അത് എഴുതുവാണ്. ഇവിടെ എഴുതുന്നത് ടു പ്രോസസ് എ, ദാറ്റ് ഇസ് 36,000 യൂണിറ്റ്സ്. 36,000. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ വായിക്കുവാണ്. ഡയറക്റ്റ് വേജസ് പ്രോസസ് ബിന്റെ കോളത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഡയറക്റ്റ് വേജസ് ഇറ്റ് ഇസ് 12,000, and it is the machine expense is 3,000 and factory on cost is 2,250. So അതൊക്കെ ഞാൻ ഇവിടെ എഴുതി. Raw material consumed ഇല്ല, ആ കോളത്തിൽ ഇല്ല, വേണ്ട. Then production gross തന്നിട്ടില്ല, process B ഒന്നുമില്ല, എഴുതണ്ട. Wastage is there, wastage is 1,500. So wastage നമ്മൾ ഈ ഭാഗത്ത് എഴുതും 1,500. Wastage യൂണിറ്റ്സിലാണ് തരിക. Then stock, opening stock is there, closing stock is there. So opening stock ഇവിടെ ഞാൻ ഫസ്റ്റ് ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതണം. എന്നിട്ട് അതിന്റെ താഴെയാണ് ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന എഴുതുക കേട്ടോ. ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിരിക്കുന്നത് യൂണിറ്റ്സിലായിരിക്കും. ഇറ്റ് ഇസ് 4,000 യൂണിറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് റൈറ്റ്. അപ്പൊ ഞാൻ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കും കൂടെ എഴുതുകയാണ്.
by closing stock. How much? 1000. ഇനി ഞാൻ എന്ത് ചെയ്യണടാ? ഈ വാല്യൂ കണ്ടുപിടിക്കണം, ഈ വാല്യൂ കണ്ടുപിടിക്കണം. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? തൊട്ട മുന്നേത്തെ പ്രോസസ്സിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് വെച്ചിട്ടാണ് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും വാല്യൂ ചെയ്യുക. അപ്പൊ ഇതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് 1 ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? 4000 into 1. 4000 1 ഇടുന്ന കിട്ടിയ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രീവിയസ് പ്രോസസ്. ഇതിന്റെ തൊട്ട മുന്നേ ഇവിടെ അതേപോലെ 1000 into 1 1000. ഇനി ഇതെന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സംഭവം, അതായത് പ്രോസസ് സിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? ഇതൊക്കെ ബാലൻസ് ചെയ്യും. ഹിയർ ഇറ്റ് ഈസ് 40,000 ഇവിടെ എഴുതി. 40,000 ഇത് രണ്ടും മൈനസ് ചെയ്തപ്പോൾ എനിക്ക് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഇവിടെ 37,500 കേട്ടോ. ദാറ്റ് ഈസ് ബാലൻസിങ് ഫിഗർ. ബാലൻസ് ചെയ്ത് കിട്ടുന്ന പൈസ. ഇനിയോ ഈ ഭാഗം ആഡ് ചെയ്യുന്നു. 57,250 കിട്ടും. 57,250 അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ മൈനസ് ചെയ്തപ്പോൾ 56,250 കൂടെ കണ്ടുപിടിച്ചോട്ടെ. 56,250 ഡിവൈഡഡ് ബൈ 37,500 റുപ്പീസ് ഡിവൈഡഡ് ബൈ ഇത് എത്ര കിട്ടാന്ന് അറിയാലോ? 1 രൂപ 50 പൈസ. ഇത് ഇതിന്റെ മുകളിൽ വരണേ. ഞാൻ എപ്പോഴും പറയും ഞാൻ എഴുതാം. എന്തെടുത്തു ഇതിങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതിങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇവിടെ എന്തെഴുതും നമ്മൾ? ടു പ്രോസസ് ബി 37,500 56,250. Okay. Now we'll read the question. Process C നെ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഡയറക്റ്റ് വേജസ് 29,250 ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്, കാണാം. മെഷീൻ എക്സ്പെൻസ് 3,600 ഞാൻ എഴുതിയിട്ടുണ്ട്. ഫാക്ടറി ഓൺ കോസ്റ്റ് 2,400 ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. പ്രൊഡക്ഷൻ ആ കോളത്തിലില്ല. വേസ്റ്റേജ് ആ കോളത്തിലുണ്ട്. സോ വേസ്റ്റേജ് ഹിയർ ഇറ്റ് ഈസ് 500. Then stock opening 16,500 and closing 5,500. So അതിവിടെ നമ്മൾ എഴുതണം. Opening stock and by closing stock how much? 16,500 5,500. Now you have to find out this. എങ്ങനെ കണ്ടുപിടിക്കും? പ്രീവിയസിന്റെ കോസ്റ്റിനെ കൊണ്ട് എനിക്ക് വേണം. പ്രീവിയസിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് 150. സോ 16,500 into 150. ഇവിടെയോ 5,500 into 150. എത്ര കിട്ടുക? 150 ഇവിടെ നിന്ന് കിട്ടിയതാണേ. യു വിൽ ഗെറ്റ് ഇവിടെ 8250 കിട്ടും. അവിടെ നമുക്ക് എത്ര കിട്ടും അറിയോ? 24,750 കിട്ടും. ഇനിയോ ഇനി ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്തു. ആൻഡ് ബാലൻസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും പ്രോസസ് ഇസ് ഓവർ. സോ യു ഹാവ് ടു റൈറ്റ് ഹിയർ ഫിനിഷ്ഡ് ഗുഡ്സ്. എത്രയാണ് കിട്ടുക? 48,000 കിട്ടും. ബാലൻസ് ചെയ്ത് നോക്കിയാൽ 48,000 കിട്ടണം. ആൻഡ് ഹിയർ ഇറ്റ് ഇസ് 1,08,000. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇറ്റ് ഇസ് ബാലൻസിങ് ഫിഗർ. ഇനി ടേക്ക് ക്വസ്റ്റ്യൻ ഇപ്പോൾ ബോർഡിൽ കാണാം. ടേക്ക് പോയിന്റ് നമ്പർ ബി. ദ വാല്യൂ അറ്റ് വിച്ച് units are charged to process B and process C is the cost per unit of process A and A plus B respectively. അത് കണ്ടല്ലോ, അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇവിടെ പറയുന്നത് പ്രോസസ് ബിയിലെ കോസ്റ്റ് പെർ യൂണിറ്റ്, പ്രോസസ് ബിയിലെ കോസ്റ്റ് പെർ യൂണിറ്റ്, the value at which units are charged to process B is the cost per unit of process A. അതാണ്, അങ്ങനെയാണ് അത് വായിക്കേണ്ടത് കേട്ടോ. പ്രോസസ് എന്റെ ബേസിലും ഇനി പ്രോസസ് സിൻ്റെത് എ പ്ലസ് ബിന്റെ കോസ്റ്റിന്റെ ബേസിലുമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാണ് അവിടെ എന്ത് തന്നത്, ഒരു എക്സ്ട്രാ പോയിന്റ് തന്നത്. എക്സാമിന് വരികയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചിലപ്പോൾ ഇത് രണ്ടൊക്കെ ആഡൊക്കെ ചെയ്തിട്ട് വിചിത്രമായ പല ആൻസേഴ്സും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിച്ചില്ല, ഇത് ഡിവൈഡ് ബൈ ഇത് ചെയ്താൽ 2.25 കിട്ടും. അതിവിടെ എഴുതണം 2.25. ഓക്കെ, സോ ഇവിടെ
ആ ഒരു സെന്റൻസ് തന്നാലും തന്നിട്ടില്ലെങ്കിലും ആൻസറിൽ നോ ചേഞ്ച് ബിക്കോസ് എടാ എ ചെയ്തിട്ട് ഈ സംഭവം ഇത് തന്നെയല്ലേ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവുന്നത്. സോ ഇതിന്റെ സംഭവം അല്ല ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ പ്രോസസ് ബിന്റെ ഇതിൽ ദിസ് ഇസ് ദയർ. അതേപോലെ എ ഇസ് ഹിയർ. ഇപ്പം എ ഇവിടെ ഉണ്ട്, ബി ഇവിടെ വന്ന്, ഇപ്പൊ എയും ബിയും കൂടാണ് എവിടത്തോട്ട് പോകുന്നത്, സിയിലേക്ക്. സോ അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇറ്റ് ഇസ് ലൈക്ക് ദിസ് ഓൺലി. ഓക്കെ, അത് അതിന്റെ മീനിങ് ആണത്. അത് നിങ്ങൾ അത് കണ്ട് ഞെട്ടണ്ട. അത് ഈ സാധനം തന്നെയാണ് അവിടെ ഒരു സെന്റൻസ് ആയിട്ട് തന്നത്. എയിലുള്ളത് ബിയിൽ പോവും. സോ ബി എന്ന് പറയുമ്പോൾ ഇപ്പൊ കുർത്തയാണെങ്കിൽ കട്ട് ചെയ്ത സാധനം സ്റ്റിച്ച് ആയിട്ട് സെയിം, രണ്ടും കൂടിയുള്ള പൈസയല്ലടാ ഇങ്ങോട്ട് പോവാ. കട്ടിങ്ങിന്റെ ചാർജും ഇതിൽ ആഡ് ആവും, സ്റ്റിച്ചിങ്ങിന്റെ ചാർജ് ഇതിൽ ആഡ് ആയി, അങ്ങനെ 1.5 കിട്ടി. അപ്പൊ കട്ടിങ് സ്റ്റിച്ചിങ്ങിനെയും ചാർജ് കൂടിയിട്ടാണ് അവിടെ പോവുക, ഫിനിഷ്ഡിലേക്കോട്ട് പോവുക. സോ അതാണ് അവിടെ തന്ന സെന്റൻസ്. സോ അത് കണ്ട് ഞെട്ടണ്ട. സോ ഈ പ്രോബ്ലം ഓൾറെഡി BBA കാര്യത്തിന്റെ വേറൊരു മോഡൽ ഞാൻ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. നൗ ടുഡേസ് ടോപ്പിക് ട്രീറ്റ്മെന്റ് ഓഫ് സ്ക്രാപ്പ്. സോ ഇത് വലിയ പ്രോബ്ലം ഇല്ലാന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അറിയുന്ന സാധനമൊക്കെ അവിടെ പ്ലേസ് ചെയ്താൽ മതി. ആകെ അത്രയുള്ള അക്കൗണ്ടിൽ എഴുതാനുള്ളൂ. അപ്പൊ 1 by 1 എഴുതുക. വേസ്റ്റേജ് ഒന്നും പറയുന്നില്ലെങ്കിൽ ട്രീറ്റ് ഇറ്റ് ആസ് നോർമൽ ലോസ്. ഓക്കെ, ഒരു ഡൗട്ടും കൂടെ പറയാം. ഈ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡ്, അതായത് ഇതിന്റെ അല്ല, ഇറ്റ് ഈസ് റോ മെറ്റീരിയലിന്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ഇവിടെ ക്ലോസിംഗ് ആൻഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതായത് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ യൂണിറ്റിൽ നിന്ന് വന്ന റോ മെറ്റീരിയൽ. അതുകൊണ്ടാണ് കഴിഞ്ഞ യൂണിറ്റിന്റെ കഴിഞ്ഞ പ്രോസസ്സിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് വെച്ചിട്ട് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും വാല്യൂ ചെയ്യുന്നത്. ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് മീൻസ് closing and opening stock of raw material that is received from previous process. So previous process in the vechittu value cheynathu. Okay, now moving on to my next topic, treatment of scrap. So innathe topic is treatment of scrap. Okay, what do you mean by scrap എന്നാണ്? scrap ഈ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു മാനുഫാക്ചറിങ് പ്രോസസ് ആണ് ക്യാരി ഔട്ട് ചെയ്യുന്നത് അല്ലേ, നമ്മൾ എന്തോ ഒരു സാധനം ഉണ്ടാക്കുകയാണ് അല്ലേ. സോ ഇതിൽ നമുക്ക് ചില സമയത്ത് നമുക്ക് സം മെറ്റീരിയൽ റെസിഡ്യൂ അല്ലെ, ചില മെറ്റീരിയൽ മീൻസ് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില മെറ്റീരിയലിന്റെ റെസിഡ്യൂസ് കിട്ടാം. ഓക്കെ, ഇത് വിറ്റാൽ ഓൾറെഡി നമ്മളൊരു ഫിനിഷ് ഗുഡ്സ് ഉണ്ടാക്കുന്ന പ്രോസസ്സിലാണ്. ആ സമയത്ത് നമ്മൾ എന്താ പറയാ, ഒരു പ്രോസസ്സിൽ നിന്ന് നമുക്ക് കുറച്ചു റെസിഡ്യൂ മെറ്റീരിയൽ കിട്ടിയാൽ ഇത് നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ പൈസക്ക് സെയിൽ ചെയ്യാൻ പറ്റും, സ്ക്രാപ്പ് പോലെ. ഓക്കെ, ചില പ്രോസസ്സിന്റെ ഔട്ട്പുട്ടിന്റെ കൂടെ നമുക്ക് ചില ഐറ്റം റെസിഡ്യൂ പോലെ കിട്ടും. സോ അങ്ങനെയുള്ള ഐറ്റം നമുക്ക് സെയിലബിൾ ആയിരിക്കും, അതിനൊരു വാല്യൂ ഉണ്ടാവും. അങ്ങനെയുള്ള സാധനത്തിനാണ് നമ്മൾ സ്ക്രാപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഡിസ്കാർഡഡ്, വേണ്ടാത്ത സാധനം, ഡിസ്കാർഡഡ് മെറ്റീരിയൽ വിച്ച് ഹാസ് സം വാല്യൂ. അതിനെന്തുണ്ടാവും, കുറച്ച് വാല്യൂ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് സ്ക്രാപ്പ്. ഓക്കെ, അപ്പൊ സ്ക്രാപ്പിന് എന്തുണ്ട്, ഒരു ചെറിയ വാല്യൂ, വലിയ ബിഗ് എമൗണ്ട് ഒന്നും അല്ല, ബട്ട് a little negligible value is there. Okay, okay, അത് തന്നെ. ഇനി എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലിപ്പോൾ ഇതാ വരുന്നത്, നമ്മൾ മരണിൽ നിന്ന് ഈർച്ചയിൽ ഇങ്ങനെ ഉളിയെടുത്തിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ അതിൽ ഇങ്ങനെ കുറേ പൊടി വീഴുള്ളൂ. ഓക്കെ, ദാറ്റ് ഇസ് എ സ്ക്രാപ്പ്, റൈറ്റ്? ആ സ്ക്രാപ്പ് നമുക്ക് വേറെ പലതിനും യൂസ് ചെയ്യാം. ചില ആളത് എന്തെങ്കിലും ഇൻഡസ്ട്രീസിൽ കത്തിക്കുന്ന പരിപാടിക്ക് എടുക്കും. പിന്നെ നമ്മൾ ചായപ്പൊടി ഉണ്ടല്ലോ, ചായപ്പൊടി ഉണ്ടാക്കുന്ന ആൾ മായം ചേർക്കാൻ വേണ്ടി ഇത് ഹോൾസെയിലായിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകും. സോ നമ്മൾ ഫർണിച്ചർ ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരിക്കും. അപ്പോൾ മരം ഇങ്ങനെ എന്താ അതിന് പറയാ, എനിവേ ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്യുള്ളൂ. സോ ആ സമയത്ത് ഉണ്ടാകുന്ന ആ പൊടി ഉണ്ടല്ലോ, അത് ശരിക്കും ഫർണിച്ചർ ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒരു വേസ്റ്റ് ആണ്, റെസിഡ്യൂ ആണ്. ബട്ട് ആ റെസിഡ്യൂക്ക് എന്തുണ്ടോ, വിൽക്കാൻ പറ്റും, നമുക്ക് അതിനൊരു വാല്യൂ ഉണ്ട്. സോ ദാറ്റ് ടൈപ്പ് ഓഫ് തിങ് ഇസ് കോൾഡ് സ്ക്രാപ്പ്. അപ്പം ഓൾറെഡി മീനിങ് ഓക്കെയാണ്. ഇനി പ്രോസസ് അക്കൗണ്ടിൽ സ്ക്രാപ്പ് എങ്ങനെ കാണിക്കും നോക്കാം. അപ്പം ഞാനൊരു പ്രോസസ് അക്കൗണ്ട് ഇവിടെ വരയും. പ്രോസസ് അക്കൗണ്ടിന് ഡെബിറ്റ് ഉണ്ട്, ക്രെഡിറ്റ് ഉണ്ട്, അതെല്ലാം നിങ്ങൾ എത്രയോ കണക്ട് ചെയ്ത്. സ്ക്രാപ്പ് എവിടെ കാണിക്കും, സ്ക്രാപ്പ് ഈ ഭാഗത്ത് കാണിക്കും. ബൈ സ്ക്രാപ്പ് സോൾഡ് എന്നോ സെയിൽ ഓഫ് സ്ക്രാപ്പ് എന്നോ
അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ എഴുതും. ക്ലിയർ ആണല്ലോ? ഓക്കെ. ബൈ സെയിൽ ഓഫ് സ്ക്രാപ്പ്. ചില അധികവും നമ്മൾ ബൈ ക്യാഷ് എന്നാണ് എഴുതണ്ട. ബട്ട് ഐ തിങ്ക് ടെക്സ്റ്റ് ബുക്കിൽ സെയിൽ ഓഫ് സ്ക്രാപ്പ് എന്നുള്ളത്. സോ ഞാനും അത് തന്നെ എഴുതുന്നത്. ബട്ട് നമുക്ക് ഓൾറെഡി ക്യാഷ് വരിക ചെയ്യാം. എനിവേ സെയിൽ ഓഫ് സ്ക്രാപ്പ്. സെയിൽ ഓഫ് സ്ക്രാപ്പ് എന്ന് എഴുതുക ഇവിടെ. സെയിൽ ഓഫ് സ്ക്രാപ്പ് എന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ ആ വാല്യൂ ഇവിടെ മെൻഷൻ ചെയ്യണം. എങ്ങനെ മെൻഷൻ ചെയ്യുന്നൊക്കെ നോക്കാം. യൂണിറ്റ്സും ഉണ്ടാവും, അത് വിറ്റിട്ട് ഒരു പൈസയും കിട്ടും, അതിവിടെ എഴുതണം. ഫോർ എക്സാമ്പിൾ 10 യൂണിറ്റ് സ്ക്രാപ്പ് ആണെന്ന് വെച്ചോ. സ്ക്രാപ്പ് 10 യൂണിറ്റ്സ്, സെയിലബിൾ വാല്യൂ ₹2 പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന് 2 രൂപ വെച്ചിട്ട് നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എത്ര എഴുതും? 10. ഇവിടെ യൂണിറ്റ്സിൽ 10 എന്ന് എഴുതും, ഇവിടെ 10 × 2 20 എന്ന് എഴുതും. ഈസി ആണല്ലോ. സോ ദിസ് ഈസ് ദ തിങ്. സ്ക്രാപ്പ് ഇങ്ങനെയാണ് കാണിക്കുക. ഓക്കെ. നൗ യു ക്യാൻ സീ another example on the board. കണ്ടല്ലോ. So I am going to read it. Product of manufacturing company process through 2 process. ഭാഗ്യം 2 അക്കൗണ്ട് വരേണ്ടു, A and B. Then to finish stock. പിന്നെ അതെന്തായി ഫിനിഷ് സ്റ്റോക്ക് ആവും. B യില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. It is ascertained that in each process 5% of the total weight put in is lost. Okay. അതായത് എല്ലാ പ്രോസസ്സിലും ഈച്ച് പ്രോസസ് 5% of ടോട്ടൽ വെയിറ്റ് ലോസ് ആണ്. അതായത് നോർമൽ ലോസ് ആണ്. പിന്നെന്താ പറയുന്നത്? ലോസ് ഇൻ വെയിറ്റ് ആണെന്നല്ലേ പറയുന്നത്. യാ. ആൻഡ് 10% സ്ക്രാപ്പ്. എല്ലാ പ്രോസസ്സിൻ്റെയും 10% എന്താണ്? സ്ക്രാപ്പ്. അതിനൊരു വാല്യൂ ഉണ്ട്. എത്രയാ റിയലൈസബിൾ വാല്യൂ? വിറ്റ് കിട്ടുന്ന പൈസ, വിച്ച് ഇസ് റിയലൈസ്ഡ് 80 per ton and 200 per ton respectively. 80 per ton and 200 per ton respectively. Okay. So here process A അത് വിറ്റാൽ 80 കിട്ടും. ആൻഡ് പ്രോസസ് ബിയിൽ അത് വിറ്റാൽ ₹120. എത്രയാടാ? 100. നിങ്ങൾ ഈ മുന്നിൽ ഇല്ലാത്തതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയാം. അല്ലെങ്കിൽ നിങ്ങളടുത്ത് ചോദിച്ചാൽ മതിയില്ല എന്താണ്. എനിവേ ഇതാണ് സംഭവം. അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ മീനിങ് ഇസ് ദിസ്. എല്ലാ പ്രോസസ്സിലും 5% പുട്ട് ലോസ് ആണ്. സോ ദാറ്റ് ഇസ് ടേക്കൺ ആസ് നോർമൽ ലോസ്. ആൻഡ് 10% സ്ക്രാപ്പ് വിച്ച് ഇസ് റിയലൈസ്ഡ് ₹80 and ₹200 respectively. That is process A ലെ സ്ക്രാപ്പിന്റെ വാല്യൂ 80 and process B ലെ സ്ക്രാപ്പിന്റെ വാല്യൂ is 200. പിന്നെന്താ പറയുന്നത്? കുറെ സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് അറിയുന്ന സാധനം മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ്, കോസ്റ്റ് പെർ ടൺ ഇൻ റുപ്പീസ്. ഓക്കെ, പറയാം. മെറ്റീരിയൽ കൺസ്യൂംഡ് ഇൻ ടൺ. ടണ്ണാണ് അവിടെ തന്നിരിക്കുന്നത്. ഒരു ഇത്ര ടൺ മെറ്റീരിയൽ യൂസ് ചെയ്തു എന്നാ തന്നിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് യൂണിറ്റ് ഇസ് ഗിവൺ. കോസ്റ്റ് പെർ ടണ്ണ് തന്നിട്ടുണ്ട്. 125 രൂപയാണ് ഒരു ടണ്ണിന്റെ വില. വേജസ് ഇൻ റുപ്പീസ്, മാനുഫാക്ചറിങ് എക്സ്പെൻസ് ഇൻ റുപ്പീസ് ഇസ് ഗിവൺ. സോ ഞാൻ പ്രോസസ് എ അക്കൗണ്ട് വരാം, പ്രോസസ് ബി അക്കൗണ്ട് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ഓക്കെ ഓക്കെ. സോ ഫസ്റ്റ് ഇസ് മെറ്റീരിയൽ 1000 ടണ്ണില തന്നത്, യൂണിറ്റ്സ് തന്നത്. ബട്ട് ഒരു യൂണിറ്റിന് 125 രൂപ. അപ്പോൾ 1000 യൂണിറ്റ്, ഒരു ടൺ, 1000 ടണ്ണാണുള്ളത് അല്ലേ. അപ്പോൾ ഒരു ടണ്ണിന് 125 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ചെയ്ത് you will get 1,25,000. ഓക്കെ. ടു വേജസ് 18,000 റുപ്പീസിലാണ് തന്നത്. ഞാൻ റുപ്പീസിന്റെ കോളത്തിൽ എഴുതി. മാനുഫാക്ചറിങ് എക്സ്പെൻസ് റുപ്പീസിലാണ് തന്നത്. അതൊരിക്കലും യൂണിറ്റിൽ ഉണ്ടാവുകയില്ല, അറിയാലോ. ഓക്കെ, എനിവേ റുപ്പീസിലാണ് തന്നത്. ഞാനത് അവിടെ എഴുതി. ഇനിയോ പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രോസസ്സിന്റെയും 5% എന്താണ്? നോർമൽ ലോസ്. യൂണിറ്റ്സ് 1000 ടണ്ണാണ് മെറ്റീരിയൽ പോയത്. അതിൽ 5% എന്താണ്? നോർമൽ ലോസ്. സോ ഞാനിവിടെ ബൈ ലോസ് ഇൻ വെയിറ്റാ, ബൈ വേസ്റ്റേജാ, ബൈ നോർമൽ ലോസാ, എന്താ നിങ്ങൾക്ക് ഇഷ്ടം അത് എഴുതുക. 5% ഓഫ് മെറ്റീരിയൽ ആണല്ലോ നമ്മൾക്ക് ലോസ് സംഭവിക്കുക അല്ലെ, കൊടുത്ത മെറ്റീരിയൽ. അപ്പൊ നോർമൽ ലോസ് 5% എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുക? എത്രയാ? 50 അല്ലേ. 50.
വാല്യൂ ഇല്ല, ഒന്നും പറയുന്നില്ല, വാല്യൂ ഇല്ല. പിന്നെയോ ആൻഡ് 10% സ്ക്രാപ്പ്, 10% സ്ക്രാപ്പ് ആണ്. സോ 10% സ്ക്രാപ്പ് ആന്ന് പറയുമ്പോൾ ബൈ സെയിൽ ഓഫ് സ്ക്രാപ്പ്, വെറും സ്ക്രാപ്പ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല, സ്ക്രാപ്പ് സോൾഡ് എന്നാ അങ്ങനെ എന്താ എഴുതിയാലും കുഴപ്പമില്ല. 10% ആണ്. ഹിയർ ഇറ്റ് ഇസ് 5% ഓഫ് 1000, ഇറ്റ് ഇസ് 10% ഓഫ് 1000, ദാറ്റ് ഇസ് 100. വിറ്റ് കിട്ടുന്ന പൈസ ഇസ് 80 രൂപ. സോ ഇറ്റ് ഇസ് 8000. 100 into 80, 8000 ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നൗ ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1,49,000 കിട്ടും. ബാലൻസ് ചെയ്ത് കിട്ടുന്ന സാധനത്തിനെ നമ്മൾ പ്രോസസ് ബി എന്ന് വിളിക്കും. പ്രോസസ് ബി ഇസ് 850, 1000 minus 50 minus 1000, and here you will get 1,41,000. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രോസസ് ബി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കൊരു സംശയം. എനിവേ ഞാൻ തന്നെ ചെയ്യാം. അറിയുന്നവർ വീഡിയോ പോസ് ചെയ്തിട്ട് ഒറ്റക്കൊന്ന് ട്രൈ ചെയ്തോ. തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നല്ല വൃത്തിക്ക് കുത്തിയിട്ട് അടുത്ത പേജിൽ എഴുതാം. ഓക്കെ, എനിവേ പ്രോസസ് ബി അക്കൗണ്ട്. ഓക്കെ, എനിവേ ബി കോം കുട്ടികളും കൂടി ഉണ്ട്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ കോസ്റ്റിംഗ് എനിക്ക് തന്നപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായി, പിന്നെ എനിക്ക് ബി കോം തരുമോ, കാരണം എനിക്ക് ബി ബി എനെ അറിയില്ലേ. ഇപ്പം എനിവേ ആ പ്രശ്നമൊന്നുമില്ല, എനിക്ക് ബി ബി എനെ അറിയാം, ബി കോമിനെ അറിയാം. എനിവേ ഇറ്റ് ഇസ് ഞാൻ എനിവേ കുറിച്ച് കൂടുതൽ പറയുന്നുണ്ടോ എന്നൊരു സംശയം. 850, 1,41,000. പിന്നെയോ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒന്നുമില്ല. മെറ്റീരിയലോ 70 ആണ് ടണ്ണ് തന്നത്. ഒരു ടണ്ണിന്റെ വില അവിടെ താഴെ കാണാം 200. സോ 70 into 200 14,000. എനിക്കൊരു കാര്യം ഇവിടെ പറയേണ്ടി വരും, അതുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്. സോ ഇറ്റ് ഇസ് വേജസ്, ഇറ്റ് ഇസ് മാനുഫാക്ചറിങ് എക്സ്പെൻസസ്, ഇറ്റ് ഇസ് 12,000. അങ്ങനെ 5,000 എഴുതി. ഇനിയോ 5% നോർമൽ ലോസും ബൈ നോർമൽ ലോസ് 5% ആൻഡ് ബൈ സെയിൽ ഓഫ് സ്ക്രാപ്പ് 10%. ഓക്കെ, ഇത് നമ്മൾ ഇറ്റ് ഇസ് ഹിയർ ഇവിടെ എത്ര ഉണ്ട് നോക്ക്. ഇവിടെ എത്രയുണ്ട്? നേരത്തെ നമുക്ക് വേറെ ഐറ്റംസ് ഒന്നുമില്ല, 1000 മാത്രം. ഇവിടെയോ 850 ഉണ്ട്, മെറ്റീരിയലിൻ്റെ ഒരു 70 ടണ്ണും ഉണ്ട് അല്ലേ. സോ ഇത് രണ്ടും പ്ലസ് ചെയ്തിട്ട് 920 കിട്ടും. ഈ 920ന്റെ 5%ഉം 920ന്റെ 10%ഉം വേണം എടുക്കാൻ. സോ ഹിയർ 920ന്റെ 5% 46ഉം കിട്ടും, വാല്യൂ ഇല്ല, നോർമൽ ലോസ് ആണ്. പിന്നെ നമുക്ക് 92 കിട്ടും. 920ന്റെ 10%. 92 വിറ്റിരിക്കുന്ന പൈസ 200 ആണ്. അപ്പം 92 into 200. 200 ക്വസ്റ്റ്യനിൽ തന്നതിന് സ്ക്രാപ്പിന്റെ വാല്യൂ. അപ്പം നമുക്കിവിടെ 18,400 കിട്ടും. ഓക്കെ, അപ്പം ഇനി എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യാം. ഇവിടെ ഞാൻ കോസ്റ്റ് പെർ യൂണിറ്റ് എഴുതിയിട്ടില്ല, നിങ്ങളത് എഴുതണേ. ഡിവൈഡ് ചെയ്തിട്ട് അതേപോലെ ഇവിടെയും നമുക്ക് എന്ത് കിട്ടും? ബൈ ഫിനിഷ്ഡ് ഗുഡ്സ്. ഓക്കെ, ഫിനിഷ്ഡ് ഗുഡ്സ് എത്ര കിട്ടുക നിങ്ങൾ നോക്കി കണ്ടുപിടിച്ചോ. കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടുക 196 rupees 42 paise. ഇത് നിങ്ങൾ ബാലൻസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. സ്ക്രാപ്പിന്റെ വാല്യൂ നമ്മളിവിടെ കാണിക്കണം. ഓക്കെ, അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജ് എല്ലാം പോലെ തന്നത്, അതുകൊണ്ട് എന്താ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. സോ ഇന്നത്തെ ക്ലാസ്സിൽ 2 ടോപ്പിക്കാന്ന് പറഞ്ഞത്, ഒന്ന് പ്രൊഡക്ഷൻ ഗ്രോസ് ആയിട്ട് തന്നാലും ട്രീറ്റ്മെന്റ് ഓഫ് സ്ക്രാപ്പ്. സ്ക്രാപ്പിന് എപ്പോഴും ഒരു റീസെയിലബിൾ വാല്യൂ ഉണ്ടാവും, വിറ്റിട്ട് കിട്ടുന്ന ഒരു പൈസ ഉണ്ടാവും. ഓക്കെ, അത് ഓർമ്മിക്കാം. ബാക്കി നെക്സ്റ്റ് ക്ലാസ്.